ഡോക്ടർ എൽസി ഉമ്മൻ ഓരോ തരത്തിലുള്ള സ്വഭാവ പ്രകൃതം അത് എങ്ങനെയൊക്കെ ക്രൈമിലേക്ക് എത്തുന്നു എന്നുള്ള കാര്യം നേരത്തെ ഡോക്ടർ വിശദീകരിച്ചു. ഇപ്പോൾ ശ്രീ പ്രശാന്ത് പത്മനാഭൻ പറഞ്ഞതും കേട്ടല്ലോ. ആത്യന്തികമായി ഒരു ശിക്ഷ എന്നുള്ളത് ഒരാളെ തിരുത്താനാകണം, അല്ലെങ്കിൽ സമൂഹത്തിനൊരു മെസ്സേജ് നൽകുന്നു എന്നതിനപ്പുറം ഇനി അങ്ങനെ ഒരു സാധിക്കാതിരിക്കുന്ന രൂപത്തിലേക്കാകണം. വധശിക്ഷ കൊണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? ഈ കേസ് എടുക്കുകയാണെങ്കിൽ ഇവരുടെ പ്രായം, ഇവർക്ക് തിരുത്താനുള്ള ഒരു സാഹചര്യമുണ്ടോ? അവരുടെ സ്വഭാവവുമായി ബന്ധപ്പെടുത്തി താങ്കൾ അത് വിശകലനം ചെയ്യുമ്പോൾ ഇനി ശരിയാകാൻ അല്ലെങ്കിൽ മാനസാന്തരപ്പെടാൻ സാധ്യതയുള്ള ഒരാളായി ഗ്രീഷ്മയെ വിലയിരുത്തുന്നുണ്ടോ? പേഴ്സണാലിറ്റി ട്രേറ്റ്സ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ട്രീറ്റബിൾ ആണ്, നല്ലൊരു രീതിയിൽ ഔട്ട്കം, നല്ല പോസിറ്റീവ് ഔട്ട്കം വരാറുണ്ട്. പക്ഷേ അതൊരു ഡിസോർഡർ എന്നുള്ള നിലയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്കം പലപ്പോഴും ഫേവറബിൾ ആയിരിക്കത്തില്ല, മോശം ഔട്ട്കം ആകാനാണ് സാധ്യത. പിന്നെ ലോങ് ടേം ആയിട്ട് അവർക്ക് ചികിത്സ ആവശ്യമാണ്, അവർക്ക് തെറപ്പി ആവശ്യമാണ്, മെഡിസിൻ്റെ ഒരു ഹെൽപ്പ് ആവശ്യമാണ്. ഞാൻ വ്യക്തിത്വ വൈകല്യത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, പർട്ടിക്കുലർ കേസ് എന്നുള്ള കാര്യം മാറ്റിവെക്കും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാഹചര്യം വരുമ്പോൾ ഒരു പക്ഷേ ഈ ഒളിഞ്ഞിരിക്കുന്നത് വീണ്ടും പൊന്താനുള്ളൊരു സാധ്യതയുമുണ്ട്. അത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അവർക്ക് പഴയ രീതിയിൽ സമൂഹത്തിൽ സാധാരണ രീതിയിൽ വന്നൊരു ജീവിതം സാധ്യമാണോ എന്ന് ചോദിച്ചാൽ പല ഫാക്ടേഴ്സ്, ഞാൻ ഈ പറഞ്ഞ പല ഫാക്ടേഴ്സിനെ ആശ്രയിച്ചിട്ടാണ്. വെദർ ഇറ്റ് ഇസ് എ ഡിസോർഡർ ഓർ ജസ്റ്റ് എ ട്രേറ്റ്, അതാണ് നമ്പർ 1. നമ്പർ 2, അവർക്ക് പിന്നീട് കിട്ടുന്ന സാഹചര്യം, അനുകൂലമായിട്ടുള്ള സാഹചര്യം, അവരുടെ ഇഷ്ടത്തിനുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഫൈനാണ്. പക്ഷെ അവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ പോകുന്നില്ല എന്ന് വരുമ്പോഴാണ് അതിനെ മറികടക്കാനായിട്ട് ഇത്തരം രീതികൾ അവലംബിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം താങ്കൾ ചോദിച്ചത്, ഇത് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ്. തീർച്ചയായിട്ടും ശിക്ഷ എന്ന് പറയുമ്പോൾ അത് ഒരു പലപ്പോഴും നമ്മളിപ്പോൾ പലരുടെയും ഒരു റെസ്പോൺസ് കേട്ടല്ലോ, എനിക്ക് 38 വയസ്സാകുമ്പോൾ എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകും. ഈവൻ മറ്റ് മർഡറിൻ്റെ കൊലപാതകം നടത്തിയവർ തന്നെ ഇത്തരം ഒരു റെസ്പോൺസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ പറഞ്ഞ പർട്ടിക്കുലർ വ്യക്തിത്വം ഉള്ളവരുടെ ഒരു മറ്റൊരു സവിശേഷതയാണ് അവർ വളരെയധികം ഓവർ കോൺഫിഡൻ്റ് ആയിരിക്കും, ഒമ്നിപൊട്ടൻറ്റ് ഫാൻറ്റസി അവർക്കുണ്ടായിരിക്കും. എനിക്കൊരിക്കലും ഒരു പ്രശ്നം വരത്തില്ല, അല്ലെങ്കിൽ പ്രശ്നം വന്നാലും അതിൽ കുരുങ്ങാതെ എനിക്ക് രക്ഷപ്പെട്ടു പോകാം എന്നുള്ളൊരു അമിത ആത്മവിശ്വാസം. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെയും ഒരു ശക്തമായിട്ടുള്ളൊരു മെസ്സേജ് തന്നെയാണ് നിയമം അത് ആ രീതിയിൽ തന്നെ നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഒരു ബന്ധം വരുമ്പോൾ അതിനെ എങ്ങനെ തിരിച്ചറിയണം എന്നുള്ളത് നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട്. അൺസേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള ബന്ധത്തെ തിരിച്ചറിയാനായിട്ട് പല മാർഗങ്ങളുണ്ട്. ശരിയാണ്, അവരെപ്പോഴും നല്ല രീതിയിലായിരിക്കും പെരുമാറുന്നത്. എന്നിരുന്നാലും വേറെ പല സാഹചര്യങ്ങൾ വരുമ്പോൾ ഇവരുടെ ഉള്ളിലുള്ളത് പലപ്പോഴായി അത് പ്രകടമാക്കിയിട്ടുണ്ടാവാം. പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പ്രണയം എന്ന് പറയുന്നത് ലവ് ഈസ് ബ്ലൈൻഡ് എന്നാണല്ലോ. അപ്പോൾ ആ ഒരു അന്ധതയിൽ അവരെ ന്യായീകരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരുപക്ഷേ ഷാരോണിനും അതാണ് സംഭവിച്ചത് എന്ന് വേണം കോടതി വിലയിരുത്തിയതും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.